8ാം ശമ്പള കമ്മീഷൻ ശുപാർശകൾക്കായി പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും 2026 ജനുവരി 1 മുതൽ മുൻകാല പ്രാബല്യത്തോടെ പുതുക്കിയ ശമ്പളവും പെൻഷനും ലഭിച്ചേക്കുമെന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. 8ാം ശമ്പള കമ്മീഷൻ ശുപാർശകൾക്കായി പ്രതീക്ഷയോടെ തന്നെ കാത്തിരിക്കുകയാണ് ലക്ഷക്കണക്കിന് വരുന്ന കേന്ദ്ര സർക്കാർ ജീവനക്കാർ. റിപ്പോർട്ട് സമർപ്പിക്കാൻ ഇനി 18 മാസത്തെ സമയമായിരുന്നു കമ്മീഷൻ അനുവദിച്ചത്. 2027 മധ്യത്തോടുകൂടി ശുപാർശകൾ ഉണ്ടായേക്കുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നതും. ശമ്പളത്തിലും പെൻഷനുകളിലും എത്ര വർധനവുണ്ടാകുമെന്ന കാര്യം ഇതുവരേക്കും വ്യക്തമല്ല. ഫിറ്റ്മെന്റ് ഫാക്ടർ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും പുതിയ ശമ്പളം നിശ്ചയിക്കുന്നത്. 7ാം ശമ്പള കമ്മീഷൻ അനുസരിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാർ ജീവനക്കാരുടെ ഏറ്റവും കുറഞ്ഞ അടിസ്ഥാന ശമ്പളം 7,000 രൂപയിൽ നിന്ന് 18,000 ഉയർത്തിയിരുന്നു. 2.57 എന്ന ഫിറ്റ്മെന്റ് ഘടകമാണ് ഇതിനായി നിശ്ചയിച്ചത്. ഇത് ഏകദേശം 157% വലിയൊരു വർധനവായി രേഖാമൂലം കണക്കാക്കപ്പെട്ടുവെങ്കിലും യഥാർത്ഥ ശമ്പളത്തിലെ വർധനവ് 14% മാത്രമായിരുന്നു. നിലവിലെ ജീവിത ചെലവ് ക്രമീകരിക്കുന്നതിന് 7ാം ശമ്പള കമ്മീഷൻ അന്നത്തെ ക്ഷാമബത്ത അഥവാ ഡിയർനെസ് അലവൻസ് അടിസ്ഥാന ശമ്പളവുമായി ലയിപ്പിച്ചിരുന്നു. 2016 ജനുവരി 1 കണക്കുകൾ അനുസരിച്ച് 6ാം ശമ്പള കമ്മീഷൻ പ്രകാരം ക്ഷാമബത്ത അടിസ്ഥാന ശമ്പളത്തിന്റെ 125% പുതിയ ശമ്പള ഘടന തയ്യാറാക്കുമ്പോൾ കമ്മീഷൻ ഈ നിലവാരം തന്നെയാണ് പരിഗണിച്ചത്. നിലവിലെ ശമ്പള ഘടന നിശ്ചയിച്ച 7ാം ശമ്പള കമ്മീഷൻ 2025 ഡിസംബർ അവസാനത്തോടെ കാലാവധി പൂർത്തിയാക്കിയിട്ടുണ്ട്. മുൻകാല രീതികൾ അനുസരിച്ച് പുതിയ ശമ്പള സ്കെയിലുകൾ ഈ 2026 ജനുവരി 1 മുതൽ പ്രാബല്യത്തിൽ വരുമെന്നായിരുന്നു സർക്കാരും ജീവനക്കാരുടെ യൂണിയനുകളുമൊക്കെ പ്രതീക്ഷിച്ചത്. അതായത് 2027 ഒരുപക്ഷെ 2028 ശുപാർശകൾ സർക്കാർ അംഗീകരിച്ചു കഴിഞ്ഞാൽ കേന്ദ്ര സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും 2026 ജനുവരി 1 മുതൽ മുൻകാല പ്രാബല്യത്തോടെ തന്നെ പുതുക്കിയ ശമ്പളവും പെൻഷനും ലഭിക്കുമെന്ന് സാരം. ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.